വെറുപ്പ് പറയുന്നവർ ഹിന്ദുക്കളല്ലെന്നാ പറഞ്ഞത്. വെറുപ്പ് പറയുന്നവർ ഹിന്ദുക്കളല്ലെന്നാ പറയുന്നത്. പ്രശ്നമുണ്ട്. ഹിന്ദുക്കളുടെ കാര്യം നിങ്ങൾ പറയണ്ട. നിങ്ങൾ പറയണ്ട. അഭിമാനത്തോടെ ഹിന്ദു എന്ന് പറയുന്നവനാ. അഭിമാനത്തോടെ ഹിന്ദു എന്ന് പറയും. രാഹുൽ വിൻസിയുടെ സർട്ടിഫിക്കറ്റും എന്താ സംശയം? അതിനൊരാളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇതില് സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മൾ ആരും യോഗ്യരല്ല. കാരണം എൻ്റെ പൊളിറ്റിക്കൽ സയൻസിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുന്ന ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ചാപ്പ് കൊത്താൻ നമുക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ പ്രസംഗിച്ച വാചകത്തിൽ ഒരു ഒറ്റ വാചകം എടുത്തിട്ട് സന്ദീപ് വാര്യർ ഹിന്ദി എഴുതിക്കൊണ്ടെന്ന് വായിക്കുകയാണ്. അതിന് മുമ്പ് പറഞ്ഞ കാര്യമുണ്ട്. സത്യത്തെക്കുറിച്ച് പറയാതെ അസത്യം മാത്രം പറയുന്ന ഒരാൾ ഹിന്ദു അല്ല എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? അങ്ങനെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഹിംസയെക്കുറിച്ച് മാത്രം പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു, പക്ഷെ അഹിംസയെക്കുറിച്ച് പറയാതെ. അപ്പോൾ നിങ്ങൾ ഒരു യഥാർത്ഥ ഹിന്ദു അല്ല. യഥാർത്ഥ ഹിന്ദു എന്ന് പറഞ്ഞാൽ അഹിംസയിൽ അടിയുറച്ച് ജീവിക്കണം. ഈ രാജ്യത്തെ ഹിന്ദുത്വത്തിന് തീർന്നു തന്നിട്ടില്ല. സന്ദീപ് അങ്ങനെ അയോധ്യ നിങ്ങളുടെ ഇരുന്നേനെ. സന്ദീപ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അയോധ്യ നിങ്ങളുടെ ഇരുന്നേനെ. സീതാപൂർ നിങ്ങളുടെ ഇരുന്നേനെ. ശ്രാവസ്തി നിങ്ങളുടെ ഇരുന്നേനെ. അയോധ്യ ഇല്ല, സീതാപൂർ ഇല്ല, ശ്രാവസ്തി ഇല്ല. ഇതൊക്കെയാണ് ഈ പറഞ്ഞ നിങ്ങളുടെ ഇരുന്നേനെ. സന്ദീപ് ഇന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ ഏത് രാഹുൽ എന്ന് കുറെ കാലം മുമ്പ് ആക്ഷേപിച്ച നരേന്ദ്രമോദി, അതുപോലെ അമിത്ഷാ, അതുപോലെ രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൗഹാൻ, അതുപോലെ സ്പീക്കർ അടക്കമുള്ള 5ഓളം ആളുകളാണ് രാഹുൽ ഗാന്ധിയെ നേരിട്ട് എതിർക്കാൻ വേണ്ടി രംഗത്ത് വന്നത്. ഒരേ ഒരു രാഹുൽ ഗാന്ധിയെ. അതേ നിലപാടിൽ സന്ദീപ് എടുക്കല്ലേ? സന്ദീപ് സംസാരിച്ചപ്പോൾ ഞങ്ങൾ മിണ്ടാതെന്ന് കേട്ടില്ലേ? ഇനി എനിക്ക് കേൾക്കാനുള്ള ജനാധിപത്യ മര്യാദ കാണിക്കൂ. ഞങ്ങൾ പറയട്ടെ, ഈ രാഹുൽ ഗാന്ധിയെ കുറിച്ച് താങ്കൾ കുറെ കാലമായിട്ട് പറയുന്നല്ലേ? ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ എന്താണ് അസത്യമെന്ന് നിങ്ങൾ പറയൂ. എന്താണ് മതവിദ്വേഷം എന്ന് പറയൂ. നിങ്ങൾ മതവിദ്വേഷം പറയുമ്പോൾ, ഏതെങ്കിലും മതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവങ്ങളുടെ പേരിൽ മതവിദ്വേഷം പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് ഒരു പ്രാക്ടീസിങ് ഹിന്ദു ആയിട്ടുള്ള രാഹുൽ ഗാന്ധി പറയുന്നു. അതിനെ നിങ്ങൾക്ക് വസ്തുതാപരമായിട്ട് എതിർത്ത് സംസാരിക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് പറയുക. ഡാനിഷ് അലി എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ MBA, ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ സെഷനിൽ അദ്ദേഹത്തെ വർഗീയവാദി, തീവ്രവാദി എന്ന് പറഞ്ഞത് BJPയുടെ MB ആയിരുന്നു. നരേന്ദ്രമോദി അത് കേട്ടില്ലേ? അന്ന് ഇടപെട്ടോ? അന്ന് ഇതേ സ്പീക്കർ തന്നെയായിരുന്നല്ലോ. ഇടപെട്ടോ? അന്ന് സന്ദീപ് വാര്യർ എവിടെയായിരുന്നു? താങ്കളും അന്ന് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തില്ലേ? എന്തെങ്കിലും പറയാൻ സാധിച്ചോ? അപ്പൊ നിങ്ങൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ സ്യൂഡോ ഹിന്ദുക്കൾ എന്ന് പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള വ്യാജ ഹിന്ദുക്കളെ ഇന്ത്യൻ പാർലമെന്റിൽ തുറന്നു കാണിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ചെയ്തത്.